നമസ്കാരം. നമ്മുടെ രാജ്യം മതത്തിന്റെ പേരിൽ വിഭജിച്ചു എന്നാണ് കാലാകാലങ്ങളിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഭാരതത്തിന്റെ വിഭജനത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലായിരുന്നു എന്നാണ്. രാജ്യം മറ്റാരൊക്കെയോ ആണ് വിഭജിച്ചത് എന്നാണ്. ഞങ്ങൾ കോൺഗ്രസ്സുകാർ വിഭജനത്തിനെ തടയുവാനൊക്കെ ശ്രമിച്ചു കേട്ടോ, പക്ഷെ അവര് ഭാരതത്തിനെ വിഭജിച്ചു. ഇതാണൊരു ശരാശരി കോൺഗ്രസ്സുകാരന്റെ മനസ്സിലെ വിഭജനത്തിന്റെ കഥ. രാജ്യം വിഭജിച്ചതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്ന് അവർ പറയുകയില്ല. വിഭജനത്തെ തുടർന്ന് രാജ്യത്ത് നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചും അവർ പറയുകയില്ല. വിഭജനത്തെ തുടർന്ന് നടന്ന കൂട്ടക്കൊലയിൽ ആര് മരിച്ചെന്നോ, എങ്ങനെ മരിച്ചെന്നോ, എത്ര പേർ മരിച്ചെന്നോ ഒരു കണക്കെടുപ്പും അന്ന് സർക്കാരിന്റെ തലപ്പത്തുണ്ടായിരുന്ന ജിന്നയോ നെഹ്റുവോ നടത്തിയില്ല. അത് അവരെ തിരിഞ്ഞു കുത്തുമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാതിരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിനും അതിനുശേഷം നടന്ന കൂട്ടക്കുരുതിക്കും കോൺഗ്രസും മുസ്ലിം ലീഗും ബ്രിട്ടീഷ് സർക്കാരും ഒരുപോലെ ഉത്തരവാദികളാണ്. അധികാര കൈമാറ്റം ചർച്ച ചെയ്തു, ആര് പ്രധാനമന്ത്രിയാവണമെന്ന് ചർച്ച ചെയ്തു, ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ ആദ്യ പ്രധാനമന്ത്രിയാകുവാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഭാരതത്തിനെ പോലെ ഒരു വലിയ രാജ്യത്തിനെ വിഭജിക്കുവാൻ യാതൊരു ബ്ലൂ പ്രിന്റോ പ്ലാനിങ്ങോ നടത്തിയില്ല. ആൾക്കാരുടെ സ്വത്തും ജീവനും എങ്ങനെ സംരക്ഷിക്കണമെന്ന് ചർച്ച ചെയ്തില്ല. ചർച്ചകൾ അധികാര കൈമാറ്റത്തെക്കുറിച്ച് മാത്രമായിരുന്നു. 1920 മലബാർ മാപ്പിള ലഹളയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം അറിവുള്ളതായിരുന്നു. 46 കൽക്കട്ടയിലും നവഖാലിയിലും ബീഹാറിലും ഒക്കെ ഇവരുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു ഹിന്ദു വംശഹത്യ നടന്നത്. ഇത്രയൊക്കെ നടന്നിട്ടും വിഭജന സമയത്ത് യാതൊരു മുൻകരുതലും എടുക്കുവാനുള്ള സാമാന്യ ബുദ്ധി പോലും കോൺഗ്രസ് നേതൃത്വം കാണിച്ചില്ല. സ്വാതന്ത്ര്യം കൊടുക്കുവാൻ തീരുമാനിച്ചതോടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പോലീസും പട്ടാളവും ഒക്കെ തിരികെ പോയി. ആ വേക്കൻസികളിൽ ഭാരതീയരെ റിക്രൂട്ട് ചെയ്യുവാനോ നമ്മുടെ പോലീസ് സംവിധാനത്തിനെ ശക്തിപ്പെടുത്തുവാനോ നെഹ്റു ഒന്നും ചെയ്തില്ല. ധാരാളം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള INA ഭടന്മാർ അന്ന് ഭാരതത്തിലുണ്ടായിരുന്നു. എന്നാൽ നേതാജിയോട് ബന്ധപ്പെട്ട ഒന്നിനെയും ഉപയോഗിക്കുവാൻ നെഹ്റുവിന് താല്പര്യമില്ലായിരുന്നു. വിഭജനത്തിനെ തുടർന്ന് നടന്ന കൂട്ടക്കുരുതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നെഹ്റു മന്ത്രിസഭയുടെ നിഷ്ക്രിയത്വവും കഴിവില്ലായ്മയും മൂലമായിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവർ എന്തുകൊണ്ട് 47 കൂട്ടക്കുരുതിയിൽ നെഹ്റുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല? എന്തുകൊണ്ട് നെഹ്റുവിനെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല? ഇതിലെ പ്രധാന പ്രതിയായ മൗണ്ട് ബാറ്റൻ യാതൊരു നിയമ നടപടിയും നേരിടാതെ എങ്ങനെ ഭാരതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദിയായ അയാളെ അന്ന് കോർട്ട് മാർഷൽ ചെയ്യണമായിരുന്നു. മനുഷ്യകുലത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹവും കൂട്ടക്കുരുതിയുമായിരുന്നു 47 അരങ്ങേറിയത്. ഒരൊറ്റ മനുഷ്യന് പോലും ഭാരത സർക്കാർ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തില്ല. സർക്കാരിന്റെ തലവനായ നെഹ്റു എന്നെങ്കിലും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ട് സൈഡിലെയും ജനങ്ങളെയായിരുന്നു സർക്കാർ കുറ്റപ്പെടുത്തിയിരുന്നത്. മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി അടുത്തയാഴ്ച കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.